PSC ഈസി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th ലെവൽ കേരള PSCയുടെ 10th ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള റിവിഷനാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്ലസ് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. ഫസ്റ്റ്, കുറിച്യർ ലഹള നടന്ന വർഷം. കുറിച്യർ ലഹള നടന്ന വർഷം 1812 കുറിച്യർ ലഹള നടന്ന വർഷം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ഗോത്രവർഗ കലാപമാണ് കുറിച്യർ കലാപം. വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗമായിരുന്നു കുറിച്യർ അല്ലെ. കുറിച്യർ ലഹള നടന്ന വർഷം 1812. കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗങ്ങൾ, അതും PSC ചോദിച്ചതാണ്, നോട്ട് ചെയ്തോളൂ. കുറിച്യർ, കുറുവർ. കുറിച്യർ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം നേതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന രാമൻ നമ്പി കേട്ടോ. കുറിച്യർ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന രാമൻ നമ്പി. മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതാണ്. കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഇപ്പോൾ കുറിച്യർ കലാപം നടന്ന വർഷം 1812. വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗക്കാരായിരുന്നു കുറിച്യർ. ബ്രിട്ടീഷ് മേധാവിത്വത്തിന്റെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമാണ് ഈ കുറിച്യർ. അതുപോലെ കുറിച്യരുടെ ലോകം എന്ന പുസ്തകം രചിച്ചത് ചാക്കോയാണ് കേട്ടോ. ചാക്കോ. കുറിച്യരുടെ ലോകം എന്ന പുസ്തകം രചിച്ചത് ചാക്കോ. കലാപത്തെക്കുറിച്ച് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് അഭിപ്രായപ്പെട്ടത് TH ബേബറാണ് കേട്ടോ. TH ബേബറാണ്. ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത്. അത്രക്കും ബ്രിട്ടീഷുകാർ നേരിട്ടൊരു കലാപമായിരുന്നു കുറിച്യർ കലാപം. അതുപോലെ 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചതാണ്, കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചതാര്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ അല്ലെ. ഏത് വർഷമാണ്? 1809. വേലുത്തമ്പി ദളവയാണ് 1809 കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത്. വേലുത്തമ്പി ദളവയുടെ ഫുൾ നെയിം വേലായുധൻ ചെമ്പകരാമൻ പിള്ള എന്നതാണ് കേട്ടോ. വേലുത്തമ്പി ദളവ വേലായുധൻ ചെമ്പകരാമൻ പിള്ള. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ലെവൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. ഹജൂർ കച്ചേരി ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയത് വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് 1809 മണ്ണടിയിൽ വെച്ചിട്ടാണ്. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും മണ്ണടിയിലാണ്. അപ്പം വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച വർഷം 1809. കുറിച്യർ ലഹള 1812 പറഞ്ഞു. അതുപോലെ നായർ പട്ടാളം ലഹളയുണ്ട് 1804 കേട്ടോ. ചാന്നാർ ലഹള ഇമ്പോർട്ടൻ്റ് ആണ്. 1859. 1859 ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന 1859 ചാന്നാർ ലഹളയാണ്. വൈകുണ്ഠസ്വാമികൾ ഈ ചാന്നാർ ലഹളക്ക് നൽകിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് കേട്ടോ. ഈ ചാന്നാർ ലഹള മേൽമുണ്ട് സമരം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന ചാന്നാർ ലഹളയാണ്. ഒന്നാം ചാന്നാർ ലഹളയുണ്ട്, അത് 1822 കേട്ടോ. 1859 ചാന്നാർ ലഹളയാണെങ്കിൽ ഒന്നാം ചാന്നാർ ലഹള 1822 നടന്നത്. ചാന്നാർ ലഹളക്ക് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് മേൽമുണ്ട് സമരം എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് 1859 ചാന്നാർ ലഹളയാണ്. 1859 ഒന്നാം ചാന്നാർ ലഹള 1822. അതുപോലെ പെരിനാട് ലഹള. പെരിനാട് ലഹള നടന്ന വർഷം 1915 കേട്ടോ. പെരിനാട് ലഹള മറ്റൊരു പേരാണ് കല്ലുമാല സമരം. കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത് പെരിനാട് ലഹള തന്നെയാണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത്. ഉന്നത സമുദായത്തിലെ സ്ത്രീകളെ പോലെ തന്നെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കാനുള്ള അവകാശം നേടുന്നതിന് പുലിയ സമുദായത്തിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരമാണ് കല്ലുമാല സമരം. ഇതാണ് പിന്നീട് പെരിനാട് ലഹള. കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്തായിരുന്നു ഇത് നടന്നത്. അതുകൊണ്ട് പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന 1915 കല്ലുമാല സമരം തന്നെയാണ്. കല്ലുമാല സമരം. അതുപോലെ ഊരൂട്ടമ്പലം ലഹളയുണ്ട്. 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന പുലിയ ലഹളയാണ് കേട്ടോ. പുലിയ ലഹള. ഊരൂട്ടമ്പലം ലഹള തിരുവനന്തപുരത്ത് ബലരാമപുരത്തിനടുത്തുള്ള ഊരൂട്ടമ്പലത്തിൽ വെച്ച് നടന്നതിനാലാണ് 90-ാം ആണ്ട് ലഹളയെ ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്നത്. അതും ആരുടെ നേതൃത്വത്തിലാണ്?
അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് 1915 പുലിയ ലഹള കേട്ടോ. 1915. അപ്പോൾ ഈ ലഹളകളും വർഷങ്ങളും ഓർമ്മിച്ച് വെക്കുക. കുറിച്യർ ലഹള നടന്ന വർഷം 1812, നായർ പട്ടാളം ലഹള നടന്ന വർഷം 1804, കുണ്ടറ വിളംബരം 1809, ചാന്നാർ ലഹള നടന്ന വർഷം 1859, പെരിനാട് ലഹള 1915. ക്വസ്റ്റ്യൻ, കേരളത്തിലെ നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനാണ് കേട്ടോ. കേരളത്തിലെ നിലവിലെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? VN വാസവൻ. VN വാസവൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. കേരളത്തിലെ നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു കേട്ടോ. കേരളത്തിലെ നിലവിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി OR കേളു ആണ്. ആരോഗ്യം വനിതാ ശിശുവികസന മന്ത്രി വീണ ജോർജ്. അതുപോലെ വ്യവസായം ഗ്രാമവികസന വകുപ്പ് P രാജീവാണ്. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു ഒക്കെ കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് KB ഗണേഷ് കുമാർ കേട്ടോ. ജലഗതാഗതം റോഷി അഗസ്റ്റിനാണ്. ഗതാഗതമാണ് മോട്ടോർ വാഹന ഗതാഗതമൊക്കെ KB ഗണേഷ് കുമാർ, നോട്ട് ചെയ്തോളൂ. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശിവൻകുട്ടിയാണ്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് OR കേളു. ആരോഗ്യമന്ത്രി വീണ ജോർജ്. വ്യവസായം ഗ്രാമവികസനമൊക്കെ P രാജീവാണ്. രജിസ്ട്രേഷൻ മ്യൂസിയം എന്നീ വകുപ്പുകളൊക്കെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. ദേവസ്വം വകുപ്പ് VN വാസവൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് MB രാജേഷ്. തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി MB രാജേഷ്. ഇപ്പം മന്ത്രിമാരും വകുപ്പുകളും നന്നായി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് റുബെല്ലയാണ് കേട്ടോ. റുബെല്ല രോഗത്തെയാണ് ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത്. ഡിഫ്തീരിയ എന്നറിയപ്പെടുന്ന ഏത് രോഗമാണ്? തൊണ്ടമുള്ളിനെയാണ് ഡിഫ്തീരിയ എന്നറിയപ്പെടുക. രോഗങ്ങളും അപരനാമങ്ങളും നോട്ട് ചെയ്തോളൂ. ജർമ്മൻ മീസിൽസ് റുബെല്ലയാണെങ്കിൽ മദ്രാസ് ഐ എന്നറിയപ്പെടുന്ന ചെങ്കണ്ണാണ്. ചെങ്കണ്ണ് മദ്രാസ് ഐ. ഡിഫ്തീരിയ തൊണ്ടമുള്ളാണ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. മലമ്പനിയാണ് ചതുപ്പ് രോഗം. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. വിറ്റാമിൻ സിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്നത് കേട്ടോ. സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ സിയുടെ അഭാവത്തിൽ എന്ന് പറഞ്ഞാൽ സ്കർവി. വിറ്റാമിൻ എയുടെ അഭാവത്തിൽ എന്താണ്? നിശാന്തത സീറോഫ്താൽമിയൊക്കെ വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ വിറ്റാമിൻ സി സ്കർവി ആണെങ്കിൽ വിറ്റാമിൻ ബിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്നത് ബെറിബറി. പിന്നെ വിറ്റാമിൻ സി സ്കർവി. വിറ്റാമിൻ ഡിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അഥവാ കണയാണ്. ഇയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം വന്ധ്യത രോഗമാണ്. വന്ധ്യത. ക്വസ്റ്റ്യൻ, ഗദ്ദാർ പാർട്ടി രൂപീകൃതമായ വർഷം. ഗദ്ദാർ പാർട്ടി രൂപീകൃതമായത് 1913. 1913 ഗദ്ദാർ പാർട്ടി രൂപീകൃതമായത്. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ലാലാ ഹർദയാലും സോഹൻ സിംഗ് ബക്നയും ചേർന്നാണ് കേട്ടോ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക ആരെല്ലാണ്? ലാലാ ഹർദയാൽ, സോഹൻ സിംഗ് ബക്ന. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ ആണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആണ് ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം. യുഗാന്തർ ആശ്രമം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ചെയർമാൻ സോഹൻ സിംഗ്. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് ലാലാ ഹർദയാൽ. നോട്ട് ചെയ്തോളൂ. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ചെയർമാൻ സോഹൻ സിംഗ്. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ലാലാ ഹർദയാൽ. രൂപം കൊണ്ട വർഷം 1913. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്. അടുത്തത്, ഭാരത് മാത എന്ന ചിത്രം വരച്ചത്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി, ദണ്ഡി മാർച്ച് എന്നീ ചിത്രങ്ങളൊക്കെ വരച്ചത് നന്ദലാൽ ബോസ് കേട്ടോ. ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി, ദണ്ഡി മാർച്ച്, ഉമയുടെ തപസ് എന്നീ ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ജീവിതമുണ്ട്. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് ആണെങ്കിൽ ഗ്രാമീണ ജീവിതം ആരുടെ ചിത്രമാണെന്ന് ചോദിച്ചാൽ അമൃത ഷെർഗിലാണ്. അമൃത ഷെർഗിലിൻ്റെയാണ് ഗ്രാമീണ ജീവിതം. മദർ ആൻഡ് ദ ചൈൽഡ്, സാന്താൾ ഗേള്, അതൊക്കെ ചിത്രം വരച്ചത് ജെമിനി റോയി ആണ്. മദർ ആൻഡ് ചൈൽഡ്, സാന്താൾ ഗേൾ, കാളിഘട്ട് എന്നീ പെയിന്റിങ്ങുകൾ ആരുടേതാണ്? ജെമിനി റോയിയുടേതാണ്. ട്രൈബൽ വിച്ചസ് എന്ന ചിത്രം വരച്ചത് CN കരുണാകരൻ. ട്രൈബൽ വിച്ചസ് CN കരുണാകരനാണ്. അപ്പം ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണെന്ന ക്വസ്റ്റ്യൻ? അബനീന്ദ്രനാഥ ടാഗോർ. അടുത്തത്, UN ലോക മില്ലറ്റ് വർഷമായി ആചരിക്കുന്നത്. ചെറുധാന്യ വർഷമായി ആചരിച്ചത് എപ്പോഴാണ്? UN ലോക മില്ലറ്റ് വർഷം അഥവാ ചെറുധാന്യത്തിന്റെ വർഷമായി ആചരിച്ചത് 2023 കേട്ടോ. 2023 UN ലോക മില്ലറ്റ് വർഷമായി ആചരിച്ചത്. അതുപോലെ UN അന്താരാഷ്ട്ര
കാമിലിഡ് ഒട്ടക വർഷമായി ആചരിച്ചത് 2024. ഒട്ടക വർഷം 2024, മില്ലറ്റ് വർഷം 2023. അപ്പോൾ 2025 എന്തായിരിക്കും? ഹിമാനികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര വർഷമാണ് 2025. നോട്ട് ചെയ്തോളൂ. UN ഹിമാനികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത് 2025 ഇപ്പോൾ 2022 ഉണ്ടായിരുന്നു സ്ഫടിക വർഷമായിട്ട്, രാജ്യാന്തര സ്ഫടിക വർഷമായി ആചരിച്ചത് 2022. മില്ലറ്റ് വർഷമായി ആചരിച്ചത് 2023. ഒട്ടക വർഷമായി ആചരിച്ചതാണ് UN 2024. അതുപോലെ UN ഹിമാനികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചത് 2025. നെക്സ്റ്റ് 10th ലെവൽ എക്സാമിന് നിർബന്ധമായിട്ടും കൺഫ്യൂസ്ഡ് ആകുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ ഈസിയാണെന്ന് എല്ലാവർക്കും തോന്നും, പക്ഷേ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് എന്നുള്ളത്. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911. അപ്പോൾ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കൊൽക്കത്ത സമ്മേളനം ഏതാണ്? 1896 കേട്ടോ. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം 1896 ആണെങ്കിൽ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ചത് ആരാണ്? രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണെങ്കിൽ ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. സരളാദേവി. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത്, ഭരണഘടന അംഗീകരിച്ച വർഷം 1950 ജനുവരി 24 കേട്ടോ. ദേശീയ ഗാനം അതിനെ അംഗീകരിച്ച വർഷവും ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ ഭരണഘടന അംഗീകരിച്ച വർഷം ഒന്നെയാണ്. 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമനയും വന്ദേ മാതരം ഒക്കെ ഭരണഘടന അംഗീകരിച്ചത് കേട്ടോ. അപ്പം ദേശീയ ഗാനം ദേശീയ ഗീതം മാറിപ്പോയത്, കൺഫ്യൂസ്ഡ് ആവും. ദേശീയ ഗാനം ജനഗണമന രചിച്ചത് ടാഗോർ, ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24. ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. പിന്നെ ദേശീയ ഗാനം രചിച്ചിട്ടുള്ള ഭാഷ ബംഗാളിയാണ്. ജനഗണമനയെ ഭക്തിമന്ത്രം നിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം രാഗത്തിലാണ് കേട്ടോ. ശങ്കരാഭരണം. ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. ജനഗണമനയുടെ ഷോർട്ട് വേഴ്സ് ആലപിക്കാൻ വേണ്ട സമയം 20 സെക്കൻഡാണ്. 20 സെക്കൻഡ്. അപ്പോൾ ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1911 കൊൽക്കത്ത സമ്മേളനം. ദേശീയഗാനമായ ജനഗണമനയെ ഭരണഘടന അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. അതുപോലെ ബംഗ്ലാദേശിന്റെ ദേശീയഗാനം രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. അമർസോന ബംഗ്ല എന്നാണ് അതിന്റെ പേര്. ദേശീയഗാനം ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ് കേട്ടോ. ആബിദ് അലിയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. അപ്പം ദേശീയ ഗാനം പറഞ്ഞു. ദേശീയ ഗീതം ഏതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം. അതിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യാണ്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ജനഗണമനക്ക് സംഗീതം നൽകിയത് രാംസിംഗ് ഠാക്കൂർ അല്ലെ, ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂർ ആണെങ്കിൽ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തതെന്ന് ചോദിച്ചാൽ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് കേട്ടോ. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തത്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണ്. കൊൽക്കത്ത സമ്മേളനം 1896. അപ്പം വന്ദേ മാതരം ആലപിക്കാൻ എത്ര സമയം എടുക്കും ചോദിച്ചാൽ 65 സെക്കൻഡാണ്. 65 സെക്കൻഡാണ് വന്ദേ മാതരം ആലപിക്കാൻ. വന്ദേ മാതരത്തിൽ പരാമർശിച്ചിരിക്കുന്ന പിന്നെ ദൈവം, ഹൈന്ദവ ദൈവം ഏതാണെന്ന് ചോദിച്ചാൽ ദുർഗാദേവിയാണ്. ദുർഗാദേവി. വന്ദേ മാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി. ഇംഗ്ലീഷിലേക്ക് ആരാണ് പറഞ്ഞത്? അരവിന്ദ ഘോഷാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരവിന്ദ ഘോഷ്. വന്ദേ മാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി.